ഹായ് ഫ്രണ്ട്സ്, ഡിസി കിച്ചണിലേക്ക് അവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല മധുരമുള്ള ഒരു സ്വീറ്റ്സിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അത് നമ്മൾ ബാദുഷ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ നമ്മൾ ഈ ദീപാവലിക്കൊക്കെ വരുന്ന ഒരു സ്വീറ്റ്സാണ്. അപ്പോൾ നമുക്ക് വീട്ടിൽ തന്നെ ഇത് എളുപ്പം ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ നമുക്കിത് നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് തന്നെ പെട്ടെന്ന് തയ്യാറാക്കാം. അപ്പോൾ എൻ്റെ ചാനൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നതെന്ന് വെച്ചാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ബെൽ ബട്ടൺ അമർത്താനും ഓളൊന്ന് നോട്ടിഫിക്കേഷൻ ചെയ്യാനും മറക്കരുത്. അപ്പോൾ ഞാൻ ഇടുന്ന എല്ലാ വീഡിയോകളും അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കും. അപ്പോൾ നമ്മുടെ ഈ ബാദുഷയ്ക്ക് എന്തൊക്കെയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മുടെ ഈ ബാദുഷ ഉണ്ടാക്കാനായിട്ട് മെയിൻ സാധനം മൈദ തന്നെയാണ്. അപ്പോൾ മൈദ 2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ തൈര് ഒരു 4 ടേബിൾ സ്പൂൺ തൈര് വേണം. പിന്നെ നമുക്ക് ഉപ്പ് പാകത്തിനുള്ളത്, പിന്നെ ബേക്കിംഗ് പൗഡർ 1 ടീസ്പൂണ്, പിന്നെ നെയ്യ് ഒരു 4 ടേബിൾ സ്പൂൺ നെയ്യ് വേണം. പിന്നെ നമുക്ക് പഞ്ചസാര പാനിയാക്കാനായിട്ട് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട്. പിന്നെ അതിന് ചെറിയൊരു ഫ്ലേവർ കിട്ടാനായിട്ട് ഏലക്കപ്പൊടി 1 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ ചെറുനാരങ്ങ, അത് പെട്ടെന്ന് കട്ടയാൻ വേണ്ടിയിരിക്കും, ഒരു അരമുറിയുടെ ചെറുനാരങ്ങയാണ്. ഇത്ര കൂട്ടുന്നത് നമുക്ക് ഇതിന് വേണ്ടത്. അപ്പോൾ നമുക്കിത് ആദ്യം കുഴച്ച് വയ്ക്കാം. അപ്പോൾ നമുക്കിത് ഇച്ചിരി വലിയ പാത്രത്തിലേക്ക് നമുക്ക് മൈദ ഇട്ട് കൊടുക്കാം. നമുക്ക് പൊടിച്ച പഞ്ചസാര ഞാനൊരു 2 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട്. അവിടെ ഈ മാവിനൊരു ചെറിയൊരു മധുരം കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ നമുക്ക് നെയ്യ് ഒരു 4 ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കും. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി നമുക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മുടെ ഉപ്പ് പാകത്തിനുള്ളത് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് തൈര് ഒഴിച്ച് കൊടുക്കാം. 4 ടേബിൾ സ്പൂൺ തൈര് ഒഴിച്ച് കൊടുക്കാം. ജസ്റ്റ് ഒന്ന് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. എല്ലാം കൂടി ഇങ്ങനെ കൈ കൊണ്ട് നമ്മൾ കൂട്ടിനൊക്കെ പൊടി കുഴക്കില്ല, അതേപോലെ ഒന്ന് കൂട്ടി തിരിഞ്ഞ് കൊടുക്കുക. അപ്പോൾ എല്ലാ ഭാഗത്തേക്കും ആ നെയ്യും തൈരൊക്കെ എല്ലാ ഭാഗത്തേക്കും ഒന്ന് അയച്ചിട്ടുണ്ട്. അതിന് ശേഷം നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴച്ച് കൊടുത്താൽ മതി. കട്ടില്ലാണ്ട് നിങ്ങൾ എല്ലാ ഭാഗത്തേക്കും ഇങ്ങനെ കുഴച്ച് കൊടുക്കുക. നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുഴയ്ക്കാം. കൂടുതൽ വെള്ളം ആവണ്ട കേട്ടോ. കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് കുഴച്ചെടുക്കണം. ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ കുഴക്കേണ്ട, അതിൽ സ്മൂത്തായിട്ടൊന്ന് കുഴയ്ക്കുക. ചപ്പാത്തിക്ക് നന്നായി കൈ വെച്ചിട്ട് തിരുമ്പിട്ടല്ല കുഴയ്ക്കുക, അങ്ങനെ വേണ്ട. അങ്ങനെ വെറുതെ കുഴച്ചാൽ മതി. നമ്മുടെ മാവ് കുഴച്ച് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നല്ലൊരു സ്മൂത്തായിട്ട് കുഴഞ്ഞിട്ടുണ്ട്. ഇനി ഇതൊരു 15 മിനിറ്റ് നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. നമുക്ക് പഞ്ചസാര പാനിയാക്കാം. നമുക്കൊരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് 1 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അപ്പോൾ ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് നന്നായി ഒന്ന് അരിയിക്കാം. ഇത് നൂൽ പരുവൊന്നും ആവേണ്ട, ഇത്തിരി കട്ടിയുള്ള ഒരു പാനിയായിട്ട് കിട്ടണം കേട്ടോ. നമുക്കത് അരിയിക്കാൻ വയ്ക്കാം. നമ്മുടെ പഞ്ചസാര നന്നായി തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നമ്മുടെ ഇതിൽ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കാം. ഈ പാനിന്ന് ചെറിയ കട്ടി വരണം കേട്ടോ. അപ്പോഴാണ് നമ്മൾ ചെറുനാരങ്ങ പിഴിഞ്ഞത് ഒഴിക്കാൻ പറഞ്ഞത്.
നമ്മുടെ പഞ്ചസാര പാനി ഇതാ തിക്കായി വന്നിട്ടുണ്ട്. നമുക്ക് ആ ചെറുനാരങ്ങ നീര് ഒഴിച്ചു കൊടുത്തിട്ട് സ്റ്റവ് ഓഫാക്കാം. തിക്കായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ മാവ് 15 മിനിറ്റ്, അപ്പോൾ ഒരു അരമണിക്കൂർ കഴിയുമ്പോൾ കുഴപ്പമൊന്നുമില്ല കേട്ടോ. അത്രയധികം നേരം ഇരുന്നാലും കുഴപ്പമില്ല. അപ്പോൾ നമുക്കതൊന്ന് ചെറിയ ചെറിയ ബോളുകളാക്കി എടുക്കാം. ഇത്ര വലിപ്പമുള്ള ബോളുകൾ ഞാൻ ആക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ പണ്ട് ഡോണറ്റ് ഉണ്ടാക്കിയ പോലെ അത്ര വലിപ്പം വേണമെന്നില്ല. അതിന് ചെറിയ വലിപ്പത്തിൽ മോഡൽ ഉണ്ടാക്കിയാൽ മതി. അത് പരക്കൊന്നും വേണ്ട, നമ്മൾ കൈ കൊണ്ട് ഇങ്ങനെ ഉരുളയാക്കി എടുത്താലും മതി കേട്ടോ. നമ്മളിതേപോലെ ബോളുകൾ കുഞ്ഞു കുഞ്ഞു ബോളുകളാക്കി വെച്ചിട്ട് നമ്മൾ നമ്മുടെ കൈ കൊണ്ടൊന്ന് പരത്തി കൊടുക്കാം. എന്നിട്ട് നടുക്കൊരു ചെറിയൊരു തുളയിട്ട് കൊടുക്കുക. അപ്പുറത്തേക്ക് പോകണമെന്നില്ല, നമ്മൾ ഈ ഭാഗത്തായാലും മതി, അപ്പുറത്തേക്ക് പോയാലും കുഴപ്പമില്ല. അങ്ങനെ നമ്മൾ ഇതാക്കി വയ്ക്കുക. നമ്മൾ കൈ കൊണ്ട് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് നടുക്കൊരു വെള്ളം വെച്ചിട്ടൊരു ഓട്ടിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മൾ ഓയിൽ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നമ്മുടെ ഓയിൽ ചൂടായി കഴിഞ്ഞാൽ മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്ക് വറുത്തെടുക്കാനായിട്ട് കേട്ടോ. അതിൽ ചൂട് പാടില്ല, ചൂടായ പെട്ടെന്ന് ഇത് കരിഞ്ഞു പോകും. അപ്പോൾ നമുക്കത് വെന്ത് കിട്ടില്ല. നമ്മൾ ചെറിയ തീയിലോ അല്ലെങ്കിൽ മീഡിയം തീയിലോ ഇട്ടിട്ട് വേണം ഇത് വറുത്തെടുക്കാനായിട്ട്. നമ്മൾ വെളിച്ചെണ്ണ ചൂടായെന്നറിയാൻ ചെറിയൊരു ബോളിട്ട് കൊടുക്കുക. അത് സമയത്ത് ഇത് പൊന്തി വരുന്നുണ്ട്. അപ്പോൾ നമ്മളത് വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിത് ഓരോന്നിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ തീ നന്നായി കുറച്ചിട്ടിട്ട് ചെയ്തോളാം. സമയം എടുത്ത് ഇങ്ങനെ പൊന്തി വരണം കേട്ടോ. നമ്മൾ ജസ്റ്റ് ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക. അപ്പോൾ നമ്മളിത് 2 ഭാഗം മറിച്ചിട്ട് നന്നായി ബ്രൗൺ കളറാവുന്ന വരെ മൊരിയിച്ചെടുക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ പഞ്ചസാര പാനി ചൂടാറിയിട്ടെങ്കിൽ നേരി ചൂടാക്കി വെച്ചോളൂ കേട്ടോ. അന്ന് ചൂടോടുകൂടി വേണം ഇതിലേക്ക് ഇട്ട് കൊടുക്കാനായിട്ട്. നമ്മുടെ ഡോണറ്റിൻ്റെ പോലെ തന്നെയാണിത് നന്നായി പൊന്തി വന്നിരിക്കുന്നത് കേട്ടോ. നമ്മുടെ ബാദുഷ നന്നായി 2 ഭാഗം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. ഇനി നമുക്കിത് വെളിച്ചെണ്ണയിൽ മാറ്റാം.
പഞ്ചസാരപ്പാനി ഉണ്ടല്ലോ അതിലേക്ക് ഇട്ട് കൊടുക്കാം. അപ്പം നേരിയ ചൂട്ടോട് വേണം കേട്ടോ അത് ഇട്ട് കൊടുക്കാനായിട്ട്. പഞ്ചസാരപ്പാനിക്ക് ചെറിയൊരു ചൂട് വേണം. രണ്ട് ഭാഗം മറിച്ചിട്ട് നന്നായി അതിലേക്ക് പഞ്ചസാരപ്പാനി അങ്ങോട്ട് പിടിക്കണം കേട്ടോ. നമുക്ക് അടുത്തിട്ട് കൊടുക്കാം. രണ്ട് ഭാഗം പഞ്ചസാരപ്പാനിയിൽ ഇങ്ങനെ രണ്ട് പ്രാവശ്യം മറിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ നന്നായി അതിലേക്ക് പഞ്ചസാരയൊക്കെ പിടിച്ചോളും. നമ്മുടെ പഞ്ചസാരപ്പാനികൾ നമുക്ക് ഓരോന്നായിട്ട് മാറ്റിയെടുക്കാം. അപ്പം നല്ല ബ്രൗൺ കളറായിട്ടുണ്ട്. നമുക്കിത് നമ്മുടെ വെളിച്ചെണ്ണയിൽ നിന്ന് മാറ്റി പഞ്ചസാരപ്പാനിയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. എന്നിട്ട് നമുക്കതിലേക്ക് ഇട്ട് കൊടുക്കാം. പഞ്ചസാരപ്പാനിയൊക്കെ നന്നായി പിടിച്ചിട്ടുണ്ട്. നമുക്കിതിൽ നിന്ന് മാറ്റി കൊടുക്കാം. നമ്മുടെ ബാദുഷ റെഡിയായിരിക്കുന്നു. നല്ല മധുരമുള്ള സ്വീറ്റ്സ് ആണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് വീട്ടിലൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അഭിപ്രായം പറയാൻ മറക്കരുത്. പുതിയൊരു വീഡിയോ ആയിട്ട് നാളെ വരുന്നതായിരിക്കും. അതുവരെയ്ക്ക് ബൈ.